ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമുളക് പുളിങ്കറി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. നമ്മുടെ ഈ കറിയിലെ താരങ്ങൾ പച്ചമുളകും ഉള്ളിയും തന്നെയാണ്. ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു ചെറിയ ഉള്ളി തന്നെയാണ്. ഞാൻ സവാള ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിയണം. അതേപോലെ ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പിന്നെ നമുക്ക് വേണ്ടത് താളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ: കടുക്, അതുപോലെ ഉലുവ, പിന്നെ കറിവേപ്പില വേണം. ഞാൻ 2 ഇതൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. ഇപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ചാറായിട്ട് വേണമെന്നുള്ളവർക്ക് പുളിവെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അത് നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തോരം ചാറ് വേണം എന്നുള്ളത്. രാവിലെ നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് വേറെ കറിയൊന്നും വെക്കാൻ ടൈം ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു കറിയുടെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഉപ്പ് വേണം. അതേപോലെ തന്നെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കടുക് ഇടാവുള്ളൂ. അല്ലെങ്കിൽ കടുക് പൊട്ടാനായിട്ട് വൈകും. നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മളിതിൽ പൊടിയൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്തോളൂ. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഒരല്പസമയം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മുടെ പച്ചമുളകിലും ഉള്ളിയിലുമൊക്കെ പുളി നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് അല്പസമയം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കുണ്ടാക്കാവുന്ന ഉള്ളിക്കറി ആണിത്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല രുചിയുണ്ട്. നമുക്ക് ചോറിൻ്റെ ഒപ്പം വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുളിരസം ഒന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് അല്പം ശർക്കര ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു റെസിപ്പി തന്നെ അല്പം മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് താളിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയായിരുന്നു. അതും വളരെ ടേസ്റ്റിയാണ്. കറിയില്ലാത്തപ്പോൾ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു പച്ചമുളക് പുളിങ്കറി അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഉള്ളിക്കറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളും ഒരുപക്ഷെ ഇതുപോലത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള നിമിഷ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടാകും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.